വളരെ ആരോഗ്യകരമായ സ്ത്രീ പുരുഷ സൗഹൃദങ്ങൾ പോലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയില്ല. ഭാര്യാഭർത്തൃ ബന്ധമല്ലാതെ മറ്റേതൊരു സ്ത്രീ പുരുഷ ബന്ധത്തെയും നമ്മൾ സംശയദൃഷ്ടിയോടെയാണ് നോക്കുന്നത്. ഇത് ശരിക്കും വ്യക്തിയുടെയും സമൂഹത്തിന്റെയും വികസനത്തെ തന്നെ തടസ്സപ്പെടുത്തുന്നുണ്ട്. കുട്ടിക്കാലം മുതൽ ആണും പെണ്ണും തമ്മിൽ വല്ലാത്ത ഒരു അകലം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇത് വ്യക്തിയുടെ മാനസിക വികാസത്തെ പലതരത്തിൽ ബാധിക്കുന്നുണ്ട്. കുടുംബത്തിലും വിദ്യാലയങ്ങളിലും എതിർ സെക്സുകൾ തമ്മിലുള്ള ആരോഗ്യപരമായ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനായി പ്രോത്സാഹനം നൽകുന്നില്ലെങ്കിൽ ഇനിയും ഇത് സമൂഹത്തിന്റെയും വ്യക്തിയുടെയും സമഗ്ര വികസനത്തെ തന്നെയായിരിക്കും തടസ്സപ്പെടുത്തുക. ഏതായാലും അതവിടെ നിൽക്കട്ടെ, നമുക്കിനി കേസിലേക്ക് കടക്കാം. നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയും സമൂഹത്തിലെ പ്രത്യേക വിശ്വാസ പ്രമാണങ്ങളും ഓരോ വ്യക്തിയുടെ മതവിശ്വാസങ്ങളുമൊക്കെ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ലൈംഗിക ജീവിതത്തെ ബാധിക്കുക എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ എത്തിയിരിക്കുന്ന വ്യക്തി ഷാജി എന്ന അവിവാഹിതനായ ചെറുപ്പക്കാരനാണ്. ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന് വിശ്വസിക്കുന്ന അതേ മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട്, സന്യാസ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയുമായിട്ട് യാദൃശ്യമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ട ചില സാഹചര്യങ്ങളുണ്ടായി. അത് എങ്ങനെയാണ് പിന്നീടുള്ള അയാളുടെ സെക്ഷൽ ഫങ്ഷനിങ്ങിനെ ബാധിച്ചത് എന്ന് ഈ ഷാജിയോട് സംസാരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഷാജിയോടൊന്ന് സംസാരിക്കാം. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വ്യക്തിയായിട്ടായിരുന്നു. വെച്ചാൽ ആളൊരു റിലീജിയസ് പേഴ്സൺ ആണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ കൊടുത്തിരുന്ന ഒരു ബഹുമതി ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ആള്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ട് ഈ സെക്ഷൽ റിലേഷൻഷിപ്പ് വരിക എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതൊരു തെറ്റാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പാവം നല്ല ഒരു ഭയങ്കരമായ ഒരു പാപം എന്നുള്ള രീതി തന്നെയാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഈ പറഞ്ഞ സ്ത്രീയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊട്ടും ഇനിഷ്യേറ്റീവ് എടുത്തല്ല, ഇങ്ങോട്ട് തന്നെ വന്ന് ചെറുതായിട്ട് വന്ന് ടച്ചിങ്ങിലൂടെ അതുപോലെ ഓരോ അടുത്തൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അതിനകത്തോട്ടങ്ങ് വീണുപോയി. എന്ന് വെച്ചാൽ അതൊരു സെക്ഷൽ ഇന്റർകോഴ്സിലോട്ട് പോയില്ല, കുറച്ച് ഹഗ് ചെയ്യുക, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചെയ്യുക, കെട്ടിപ്പിടിക്കുക, അതൊരു ചുംബനം, അങ്ങനെ ആ ഒരു ഇതിലേ വന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇനി സംഭവിച്ചു, ഇനി ഒരിക്കലും ഇത് സംഭവിക്കരുത്. കാരണം ഒരിക്കലും എൻ്റെ ആ ഒരു വ്യക്തിത്വത്തെക്കാളും കൂടുതൽ ആ സ്ത്രീയുടെ വ്യക്തിത്വത്തെയാണ് ഇത് കൂടുതൽ ഇത് ചെയ്യുന്നത്. ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ആള്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ട് ഈ സെക്ഷൽ റിലേഷൻഷിപ്പ് വരിക എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതൊരു തെറ്റാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പാവം നല്ല ഒരു ഭയങ്കരമായ ഒരു പാപം എന്നുള്ള രീതി തന്നെയാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഈ പറഞ്ഞ സ്ത്രീയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊട്ടും ഇനിഷ്യേറ്റീവ് എടുത്തല്ല, ഇങ്ങോട്ട് തന്നെ വന്ന് ചെറുതായിട്ട് വന്ന് ടച്ചിങ്ങിലൂടെ അതുപോലെ ഓരോ അടുത്തൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അതിനകത്തോട്ടങ്ങ് വീണുപോയി. എന്ന് വെച്ചാൽ അതൊരു സെക്ഷൽ ഇന്റർകോഴ്സിലോട്ട് പോയില്ല, കുറച്ച് ഹഗ് ചെയ്യുക, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചെയ്യുക, കെട്ടിപ്പിടിക്കുക, അതൊരു ചുംബനം, അങ്ങനെ ആ ഒരു ഇതിലേ വന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇനി സംഭവിച്ചു, ഇനി ഒരിക്കലും ഇത് സംഭവിക്കരുത്. കാരണം ഒരിക്കലും എൻ്റെ ആ ഒരു വ്യക്തിത്വത്തെക്കാളും കൂടുതൽ ആ സ്ത്രീയുടെ വ്യക്തിത്വത്തെയാണ് ഇത് കൂടുതൽ ഇത് ചെയ്യുന്നത്. കാരണം ഒരു ഫുള്ളി ഡിവോട്ടഡ് ആണല്ലോ കൂടുതൽ ബാധിക്കുന്നത്. അതെ. അപ്പൊ നിങ്ങളും ഈ പറഞ്ഞ ഒരു റിലീജിയസ് ലെവലിലുള്ള വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം ഒരിക്കലും പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം പുള്ളിക്കാരി ഇത് എഗ്രി ചെയ്തു. ഓക്കെ, ഈസ് ഹാപ്പൻ, അത് മാറ്റാൻ പറ്റത്തില്ല, ഇനി അതങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കാം, നത്തിങ് ടു വറി, വിട്, കേസ് വിടെന്നുള്ള രീതിയിൽ അങ്ങനെ പോയി. പിന്നെ ഈ പറഞ്ഞ തന്നെ വീണ്ടും 1-2 ഇൻസിഡൻസിൽ ഈ പറഞ്ഞ വന്നു.
നമുക്കതൊന്നും ഒഴിവാക്കാൻ പറ്റുന്നില്ല. അന്നേരം എല്ലാം ഈ ഒരു സിറ്റുവേഷനിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും എൻ്റെ മനസ്സിൽ വേണ്ടാന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിലും ഈ ഒരു പ്രത്യേക ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കത് പറ്റുന്നില്ല, അതിനകത്തുനിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല. അപ്പം തിരിച്ച് ഇങ്ങോട്ടുള്ള ആ ഒരു നമ്മളെ ഉത്തേജിപ്പിക്കൽ. അതെ, അതാണ്. അപ്പം നമുക്ക് പൂർണ്ണമായിട്ട് അതിൽ നിന്ന് മാറാനും പറ്റുന്നില്ല. പിന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞോണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ആം ഐ ഫിറ്റ്? എന്താ ശരിക്കും അതൊന്നും അറിയാമെന്നുള്ളൊരു താല്പര്യമുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇങ്ങനെ വന്നപ്പോഴും പിന്നെ എൻ്റെ മനസ്സ് പതുക്കെ ഒന്ന് ചാഞ്ചാകാൻ തുടങ്ങി. ഓ, ഇവർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ കുഴപ്പം? അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴത്തേനും ചുരുക്കത്തില് ആ സാഹചര്യത്തിൽ ഒന്ന് ഞാനിത് ചെയ്യുന്നത് തെറ്റാണെന്നുള്ള തോന്നലുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത വ്യക്തിയുമായിട്ട് ചെയ്യുന്നു എന്നുള്ള തോന്നല്. മറ്റൊരു വശത്ത് എന്റെ കഴിവ് ശരിയാണോ അല്ലയോ എന്ന് പരീക്ഷിച്ച് നോക്കണമെന്നുള്ള ഒരു ആഗ്രഹം. പിന്നെ ആ സമയത്തെ ഒരു ലൈംഗിക വികാരവും ആഗ്രഹവും ഇതെല്ലാം കൂടി കടന്ന ഒരവസ്ഥ. അതെ, ആ ഒരവസ്ഥയിൽ എനിക്കിപ്പം കുറച്ചു നേരത്തേക്കെങ്കിലും ചെയ്യുന്നത് പാപമല്ല എന്നുള്ള ഒരു തോന്നലുണ്ടായി. അപ്പൊ ആ സമയങ്ങളിൽ ഈ പറഞ്ഞ എനിക്ക് ഇറക്ഷൻ അങ്ങനെ പ്രോബ്ലംസ് യാതൊന്നും ഉണ്ടായില്ല, ഇറക്ഷൻ നന്നായിട്ടുണ്ടായി. അപ്പം പിന്നെ എനിക്ക് ഓക്കെ, ഇപ്പൊ ഏകദേശം ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് ആയി, പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെയും മനസ്സിൽ വിചാരിക്കും, ഓ ഇനി ഒരിക്കലും ചെയ്യരുത്, വേണ്ട. അപ്പൊ ഞാൻ തന്നെ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും, നിങ്ങളുടെ ആ ഒരു പൊസിഷൻ അനുസരിച്ച് നിങ്ങൾ ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, ഞാനും ചെയ്യരുതാത്തതാണ്, ഞാൻ ഒരിക്കൽ പോലും ചെയ്യാൻ പറ്റില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത്, സോ വിൽ സ്റ്റോപ്പ് ഇറ്റ്. അന്നേരം പുള്ളിക്കാരി പറയും ഓക്കെ സ്റ്റോപ്പ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പം എന്താ പറയണത്, നമുക്കങ്ങ് ഓക്കെ, നമുക്കങ്ങ് സന്തോഷമാവും. പിന്നെ എന്തെങ്കിലും ഓരോ ഇൻസിഡൻസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേനും, അതൊരു സാഹചര്യങ്ങൾ വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ ഈ പറഞ്ഞാണ് നമ്മളെ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്കത് അതിൽ നിന്ന് വിട്ടുപോരാനായിട്ട് അങ്ങ് സാധിക്കുന്നില്ല. ചുരുക്കത്തിൽ ആ ബന്ധത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഇപ്പോ എന്താ മനസ്സിൽ തോന്നുന്നത്? വേണമായിരുന്നു എന്നാണോ വേണ്ടായിരുന്നു? തീർച്ചയായിട്ടും വേണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അത് നിങ്ങളെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഇപ്പോ ഉള്ള ഉദാഹരണശേഷി കുറഞ്ഞൊരു കാരണമായിട്ട് ഇത് ബാധിച്ചിട്ടുണ്ടോ ഈ കുറ്റബോധവും ഒക്കെ തന്നെ? കുറ്റബോധമായിട്ട് തന്നെ ബാധിച്ചു എന്ന് അറിഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, റിലീജിയസ് ആ ഒരു സൈഡിൽ വെച്ച് നോക്കിക്കുമ്പോഴത്തേനും തികച്ചും ചെയ്യാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്തത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു കുറ്റബോധം എനിക്ക് കൂടുതലായിട്ടുണ്ടായി. പിന്നെ അവസാനമായിട്ട് ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് ഞാൻ ശ്രമിച്ചു. പക്ഷെ ആ ശ്രമിച്ച സമയത്ത് അറ്റ്മോസ്ഫിയർ അത്രയൊന്നും ശരിയായിരുന്നില്ല. അപ്പൊ ആ തവണയും എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫെയിലിയർ ഉണ്ടായി, ഇറക്ഷനും ഫെയിലിയർ ഉണ്ടായി. അപ്പം ഞാൻ അന്നേരം ചിന്തിച്ചെന്താന്ന് വെച്ചാൽ, അതിനു മുമ്പ് ഒരു തവണ പോലും എനിക്ക് അങ്ങനെ ഒരു ഇറക്ഷൻ അങ്ങനെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇന്റർകോഴ്സ് നടത്തുന്നതിന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും, ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴത്തേനും എനിക്ക് ഈ പറഞ്ഞാലും പരാജയം ഉണ്ടായി. ഈ ഒരു ചിന്ത ഇത്രയും എക്സ്പീരിയൻസുകളിൽ നിന്നും എനിക്ക് ഒരിക്കൽ പോലും ഒരു വിജയകരമായ രീതിയിൽ 100% വിജയകരമായ രീതിയിൽ ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് നടത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും എനിക്ക് ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടായി. ഈ പറഞ്ഞാൽ തന്നെ ഇപ്പം എനിക്കിപ്പോൾ 28 വയസ്സായി, പ്രപ്പോസൽസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഒരു കാരണവശാലും ഇതൊന്ന് അത് വ്യക്തമായിട്ട് പ്രോബ്ലം ഉണ്ടോ, പ്രോബ്ലം ഉണ്ടെങ്കിൽ മാറ്റണം, ആ ഒരു ചിന്താഗതിയോടുകൂടി എനിക്ക് ഇപ്പം അത് ഈ പ്രോബ്ലം കറക്റ്റായിട്ട് സോൾവ് ചെയ്യാതെ എനിക്കൊരു മാരീഡ് ലൈഫിലോട്ട് പോകാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല, മനസ്സറിഞ്ഞോണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ ചില സമയത്ത് ഞാൻ ചിന്തിച്ചു, ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ദൈവമേ ഇനി കല്യാണം കഴിക്കണം. അപ്പൊ അങ്ങനെയുള്ള പല ചിന്തകളും ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങ് ഡിപ്രസ്ഡ് ആയി ഞാൻ. ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സമയം. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചു പോയ നിങ്ങളെ തെറ്റുകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ, പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്ത് പോവുകയും പിന്നീട് ഇനിയൊരു റിലീജിയസ് പേഴ്സണുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതിന്റെ എല്ലാം ഉള്ള ഒരു ശിക്ഷയായിട്ട് ഈ ലൈംഗിക ശേഷി ഇപ്പൊ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയോ? അങ്ങനെയും ചില സമയങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണോ? പക്ഷെ ചില സമയത്ത് മനസ്സിൽ തോന്നിയത് അത് അങ്ങനെയൊന്നുമല്ല. എന്നാലും ഉള്ളിന്റെ ഉള്ളില് ചിലപ്പോൾ ഒരു തോന്നല്, ഇനി അതുകൊണ്ടെങ്ങാനും ആണോ, പറയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. പറഞ്ഞ സ്ത്രീയുമായിട്ട് എനിക്ക് വലിയ കുഴപ്പമില്ല, അതൊരു നല്ല റിലേഷൻഷിപ്പ് നടത്താൻ പറ്റിയെങ്കിലും ഇന്റർകോഴ്സിന് ട്രൈ ചെയ്ത സമയത്ത് ആദ്യത്തെ തവണ നോക്കിക്കാൻ തന്നെ ഫെയിലിയർ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഓരോ പരാജയങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അത് പ്രോബ്ലം പിന്നെയും അത് നേരെ ശരിയായിട്ടാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇങ്ങനെ ഓരോന്നിങ്ങനെ
ഓരോ കണക്ഷൻസ് വരുന്നത്. ഒരു തവണ ചെയ്തു, അതെ, ഒരു തവണ ചെയ്തു പരാജയപ്പെട്ടു, കുറച്ച് കഴിയുമ്പോഴത്തേനും ഓക്കെ ആണെന്ന് തോന്നും. അപ്പൊ മാസ്റ്റർബേഷൻ അങ്ങനത്തെ ആദ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെയും പോയി നോക്കും, പിന്നെയും പറയാം. അപ്പം ഓരോ തവണ ഇതിനകത്ത് ഇൻവോൾവ് ആവും തോറും കൂടുതൽ പ്രശ്നങ്ങളും കൂടുതൽ ഡിപ്രഷനിലോട്ട് പോകുന്ന ഒരു സ്റ്റേജാണ്. കൂടുതൽ പരാജയങ്ങൾ ഉണ്ടാവുന്നു. അതിനോടനുബന്ധിച്ച് കൂടുതൽ പ്രശ്നങ്ങളും കൂടുതൽ നിരാശാബോധവും അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഷാജിയുടെ പ്രശ്നം കേട്ടുവല്ലോ. നമ്മുടെ സമൂഹത്തിൽ ധാരാളം ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള വിവാഹത്തിന് മുമ്പുള്ള ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ലഭിക്കുന്ന പല കത്തുകളിലും അത്തരം പ്രോബ്ലംസ് കാണുന്നുണ്ട്. അത് ഇതിപ്പോ ഷാജിയുടെ പ്രശ്നത്തിൽ സമൂഹത്തിന്റെ പാപബോധവും ധാർമ്മിക ചിന്തയും ഒക്കെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. എന്താണ് ഇതിന്റെ ശരിയായ വസ്തുത എന്താണെന്നും എന്താണ് ഇതിന് പരിഹാരമെന്നും നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. ഡോക്ടർ, എന്താണ് ഇതിലിപ്പോ അയാൾക്ക് ഒരു സന്യാസ ജീവിതം സ്വീകരിച്ച സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അതേക്കുറിച്ചുള്ള പാപബോധത്തിൽ നിന്നുണ്ടായ ഒരു ഒരു പരാജയമാണെന്ന് അയാൾ സ്വയം പറയുന്നുണ്ടല്ലോ. ശരിക്കും അത് തന്നെയാണോ? എന്താണ് ഇതിന്റെ ആക്ച്വലി ഇതിൽ എന്താണ്? ഈ ലൈംഗിക ബന്ധത്തില് അയാൾക്കുണ്ടായ പരാജയത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അയാളുടെ വിശ്വാസങ്ങളാണ്. അദ്ദേഹം പ്രത്യേകിച്ചും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. ആ മതത്തിന്റെ തത്വശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. ആ വിശ്വാസപ്രകാരം അതേ മതവിഭാഗത്തിലുള്ള പ്രത്യേകിച്ചും സന്യാസ ജീവിതം സ്വീകരിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തെ പാപമായിട്ട് കാണും. പാപമാണത്, അത് ചെയ്തുകൂടാ. അപ്പോൾ ആ വിലക്കുണ്ട്. ആ വിലക്ക് ഇയാള് ബന്ധപ്പെടുന്ന സമയത്ത് അയാളുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും മനസ്സിൽ ഒരു കുറ്റബോധം ജനിച്ചില്ല, ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ, പാപമല്ലേ എന്നുള്ള ചിന്ത. ആ ചിന്തയാണ് അദ്ദേഹത്തിന്റെ ഉദാഹരണം നശിപ്പിക്കാനായിട്ട് കാരണമായിരിക്കുന്നത്. അതിപ്പോ ആ സ്ത്രീക്ക് ഉണ്ടാകേണ്ടതല്ലേ? പക്ഷെ അവര് പറയുന്നുണ്ടല്ലോ അവരാണ് ഇനിഷ്യേറ്റീവ് എടുത്തതെന്ന് പലപ്പോഴും സംസാരിക്കുന്നുണ്ട്. സ്ത്രീക്ക് ഉണ്ടാവാം. ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. നമ്മള് ഇയാൾക്ക് പാപബോധം ഉണ്ടായി, ഉദാഹരണശേഷിക്കുറവ് ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ എല്ലാവർക്കും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അത് വ്യക്തിയുടെ സ്വന്തമായിട്ടുള്ള മനോഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഇതേ സാഹചര്യത്തിൽ തന്നെ ഈ വ്യക്തി ഷാജി വിചാരിക്കുകയാണ്, ഞാനൊരു പുരുഷനാണ്, ആണാണ്, ഇതൊരു സ്ത്രീയാണ്, എന്റെ മുൻപിൽ നിൽക്കുന്നത് സ്ത്രീയാണ്. ആ മതത്തിന്റെ കുപ്പായങ്ങളും വേലിക്കെട്ടുകളും എല്ലാം എടുത്ത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ പച്ചയായ മജ്ജയും മാംസവും വിചാരങ്ങളുമുള്ള ഒരു സ്ത്രീയാണ് എന്റെ മുൻപിൽ നിൽക്കുന്നത് എന്ന വിശ്വാസത്തോടെ, എന്ന ധാരണയോടെ ആ സ്ത്രീയെ അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒരു പക്ഷെ ഉണ്ടാകില്ലായിരുന്നു എന്ന് വിശ്വസിക്കാം. അപ്പോൾ അയാളുടെ മനോഭാവം ഇമ്പോർട്ടന്റ് ആണ്. ഈ മനോഭാവങ്ങൾ ഉണ്ടാകുന്നത്, ഈ മനോഭാവം എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാല്, ഒന്ന്, നമ്മൾ ഏതൊരു സമൂഹത്തിൽ ജീവിക്കുന്നു ആ സമൂഹത്തിന്റെ ആചാരമര്യാദകളും വിശ്വാസ പ്രമാണങ്ങളും എല്ലാം തന്നെ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നു. ഉദാഹരണമായിട്ടൊരു കുഞ്ഞ് പിറന്നു വീഴുന്നത് കുടുംബത്തിലേക്കാണ്. അപ്പൊ ആ കുടുംബത്തിലുള്ള വ്യക്തികൾ, കുഞ്ഞിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ എന്ത് തരം വിശ്വാസ പ്രമാണങ്ങളാണോ ഷെയർ ചെയ്യുന്നത് അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കുട്ടികളിലേക്കും അടിച്ചേൽപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്കും അതേ വിശ്വാസങ്ങൾ കൊടുക്കുന്നു. ആ വിശ്വാസങ്ങളൊക്കെ കുട്ടികളെ സ്വാധീനിക്കുന്നു. രണ്ടാമതായിട്ട് കുട്ടി അത് അടുത്ത് കുറച്ച് കൊച്ചു കൂട്ടുകാർ കാണും, കളിക്കൂട്ടുകാർ, കുഞ്ഞു വളർന്നു വരുന്നവരെ കൂട്ടുകാർ. അപ്പൊ ആ കൂട്ടുകാരുടെയൊക്കെ വിശ്വാസ പ്രമാണങ്ങൾ കുട്ടിയെ സ്വാധീനിക്കും. 3, സ്കൂളിൽ ചേരും. ഒരു പ്രത്യേക സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ ആ സ്കൂൾ ചില മതവിഭാഗത്തിന്റെ സ്കൂളാണെങ്കിൽ അവരുടേതായ കുറെ തത്വശാസ്ത്രങ്ങൾ ആ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നത് തെറ്റാണ്, റിലീജിയസ് ബിലീഫ്. അതുപോലെ വേറെ ചില മതത്തിന്റെ സ്കൂളുകളാണെങ്കിൽ അവരുടേതായ കുറെ ശാസ്ത്രങ്ങളും തത്വങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഏത് സ്കൂളിൽ പഠിക്കുന്നു അപ്പൊ ആ സ്കൂളിലെ മാനേജ്മെന്റും സ്കൂൾ അധികൃതരും അനുവർത്തിച്ചു പോരുന്ന വിശ്വാസ പ്രമാണങ്ങളൊക്കെ തന്നെ ആ കുട്ടികളെ ഒരു പരിധിവരെ സ്വാധീനിക്കും. ഇനി സ്കൂളും കൂടെ കഴിഞ്ഞോട്ട് പുറത്തേക്ക് വന്നാൽ ഓരോ വ്യക്തിക്കും ഓരോ ഗ്രൂപ്പ് മെമ്പർഷിപ്പ് ഉണ്ടാവും സമൂഹത്തിൽ. അതായത് ചില വ്യക്തി ഇപ്പോൾ ഇന്ന മതത്തിൽപ്പെട്ട വ്യക്തി, ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട വ്യക്തിക്ക് ആ മതത്തിൻ്റെതായ തത്വശാസ്ത്രം ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ അതാണ് പ്രശ്നമായത്. ആ പ്രത്യേക മതവിഭാഗത്തിൻ്റെതായ വിശ്വാസ പ്രമാണങ്ങളാണ് ഇവിടെ സ്വാധീനിച്ചത്. അതുപോലെ മതം മാത്രമല്ല, മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണെങ്കിൽ ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഐഡിയോളജി ഈ വ്യക്തിയെ തീർച്ചയായിട്ടും സ്വാധീനിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലുള്ള വിശ്വാസങ്ങളും ബാക്കിയുള്ള ആചാരങ്ങളും ഇതെല്ലാം തന്നെ വ്യക്തിയുടെ ജീവിതത്തെ മാത്രമല്ല പ്രത്യേകിച്ചും സെക്ഷുവാലിറ്റിയെ ഒരുപാട് സ്വാധീനിക്കണം. ഇതിപ്പോ ഷാജിയുടെ കേസിൽ ഇതിപ്പോ ഷാജിയുടെ വിവാഹ ജീവിതത്തെ ബാധിക്കാൻ ഉള്ള സാധ്യതയുണ്ടോ? വിവാഹ ജീവിതത്തെ ബാധിക്കുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നുകൊണ്ടാണ് അയാൾ ചികിത്സയ്ക്ക് വന്നത്.
അപ്പോൾ നമ്മൾ ഈ ചികിത്സയിൽ ചെയ്യുന്നത് ഒന്ന് അദ്ദേഹത്തിന്റെ ചില ആറ്റിറ്റ്യൂഡുകൾ ചേഞ്ച് ചെയ്യേണ്ടി വരാം ഒരു പക്ഷേ. മറ്റൊന്ന് ഇതിനു മുമ്പുണ്ടായ തകർച്ച അതിനെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുക, വീണ്ടും ഒരു തകർച്ച ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇനി അഥവാ എന്നിട്ട് ഇതൊക്കെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എങ്കിൽ അത് മനസ്സിൽ നിന്ന് മാറ്റാൻ വേണ്ട ചില ഡീസെൻസിറ്റൈസേഷൻ ട്രീറ്റ്മെന്റുകളോ അങ്ങനെയുള്ള ചികിത്സകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാറിപ്പോകും. പിന്നെ ഇനി ചികിത്സ എടുക്കണമെന്ന് ഞാൻ നിർബന്ധിച്ച് പറയുന്നില്ല, ഒരു പക്ഷേ ഒരു കോൺഫിഡൻസ് കൊടുത്താൽ മതിയാവും. ഇത് വിവാഹത്തിന് മുമ്പുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ അത് വിവാഹ ജീവിതത്തിലേക്ക് വൈവാഹിക ജീവിതത്തിലേക്ക് അത് അങ്ങനെ തന്നെ അത് അവിടെ സംഭവിക്കണം, ക്യാരി ഓവർ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതുണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയ്ക്ക് നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോ ഷാജിയുടെ കൂടുതലും ഭയമാണ്, ആശങ്കയാണ്, ഉത്കണ്ഠ. ഈ സന്ദർഭങ്ങളിലൊക്കെ ഉത്കണ്ഠയാണ് ഇവിടെ അനുവർത്തിക്കുന്നത്. ഉത്കണ്ഠ ഒരു പ്രശ്നമാവുന്നുണ്ട്. ഷാജിയുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും ഷാജിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്നും തന്നെയാണല്ലോ പ്രത്യാശിക്കാം. നമുക്ക് ലഭിക്കുന്ന കത്തുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് ഡോക്ടർ. അത് പലതും അഭിനന്ദന കത്തുകളും പിന്നെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടുള്ള ധാരാളം കത്തുകളുണ്ട്. അതുപോലെ സ്ത്രീകളുടെ കത്തുകളൊക്കെ വളരെ കൂടുന്നുണ്ട്. പക്ഷെ ഒരുപാട് കത്തുകളിൽ ഒരേ പ്രശ്നം തന്നെ കാണുന്നുണ്ട്. അങ്ങനെയുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കത്തുകളെ എടുത്തിട്ടുള്ളൂ. ഇത് ആദ്യത്തെ കത്ത്, ആദ്യം രതിസുഖസാരെ കുറിച്ചൊരു കമന്റ് ഉണ്ട്. ആദ്യമായിട്ട് 2 ആഴ്ചയായി രതിസുഖസാരെ കാണാൻ കഴിഞ്ഞില്ല. തലയിൽ മുണ്ടിട്ട് കള്ളുഷാപ്പിൽ കയറി ശീലിച്ച മലയാളിയുടെ കന്യകാത്വം ഈ പരിപാടി നിർത്തിയതുകൊണ്ട് തിരിച്ചു കിട്ടിയോ? രതിസുഖസാരെ നിർത്തിയെന്ന് വിചാരിച്ചിട്ടാണ് തോന്നലാണ് അത്. രതിസുഖസാരെ നിർത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ രതിസുഖസാരയുടെ സമയം ഒന്ന് മാറ്റുകയാണ് ചെയ്തത്. മുൻപ് ഞായറാഴ്ച രാത്രി 10 മണിക്ക് പ്രക്ഷേപണം ചെയ്തിരുന്ന പരിപാടി ഇപ്പോ നമ്മൾ ശനിയാഴ്ചകളിൽ രാത്രി 10:30 ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ പരിപാടി നിർത്തിയെന്ന് കരുതിയിട്ട് ഇതെന്താണ് മലയാളിക്ക് ഇനി ഇങ്ങനെ ഒരു പരിപാടി കാണാനുള്ള എന്തെങ്കിലും മടികൊണ്ട് അങ്ങനെ വന്നതാണോ എന്നൊരു ഇതാണ് തോന്നിയത്. അപ്പൊ നമുക്ക് പരിപാടികൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇതിലുള്ളത്. സന്തോഷമുണ്ട്. അതിനെ ഉദ്ദേശിച്ച് 1-2 വരികൾ ഞാൻ വായിക്കാം. രതിയുടെയോ സ്നേഹത്തിന്റെയോ കാര്യത്തിൽ നമ്മൾ മലയാളികൾ എവിടെ നിൽക്കുന്നു? വെറും യാന്ത്രികതയുടെയും സ്വാർത്ഥതയുടെയും ഏറ്റവും സങ്കുചിതരാണ് മലയാളികൾ. അതുപോലെ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ കാര്യത്തിലും ഇത്രയും വിദ്വേഷം നിലനിർത്തുന്ന ഒരു സമൂഹം ഉണ്ടോ? ഇതൊക്കെയാണ് സംശയങ്ങൾ. അതുപോലെ ഇനിയും ഈ പരമ്പര തുടരാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ലൈംഗിക ശാസ്ത്രം വിളമ്പാനുള്ള വേദിയാക്കാതെ ലൈംഗിക സ്നേഹം വ്യാപിപ്പിക്കാനുള്ള ഒരു നല്ല പ്രോഗ്രാമായി ഉയർത്തുമെന്ന് പ്രത്യാശിക്കും. ലൈംഗിക ശാസ്ത്രം വിളമ്പാനുള്ള വേദിയാക്കാതെ ലൈംഗിക സ്നേഹം വ്യാപിപ്പിക്കുക. അപ്പൊ ഇത് ലൈംഗിക ശാസ്ത്രം എന്ന് പറയുന്നത് ഒരിക്കലും ലൈംഗിക സ്നേഹത്തിന് എതിരല്ല. ശരിയായിട്ടുള്ള ലൈംഗിക സ്നേഹം ഒക്കെ ഉണ്ടാവണമെങ്കിൽ, അല്ലെ സ്നേഹം ഉണ്ടാവണമെങ്കിൽ അവിടെ ലൈംഗികതയെ പറ്റിയുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ആ ലൈംഗികതയെ പറ്റിയുള്ള അറിവ് എപ്പോഴും സ്നേഹം വർദ്ധിപ്പിക്കുന്നതിനും ദാമ്പത്യ ജീവിതം സമ്പുഷ്ടമാക്കുന്നതിനും സഹായിക്കുകയുള്ളൂ, അതിനെതിരല്ല. അടുത്ത കത്തിലേക്ക്. ഇതൊരു യുവതിയുടെ കത്താണ്. 35 വയസ്സുണ്ട്. സ്വയംഭോഗത്തിന് അന്യവസ്തുക്കൾ ഉപയോഗിച്ചാൽ അത് ഗർഭാശയത്തിനോ മറ്റോ എന്തെങ്കിലും കുഴപ്പമോ? വേറെയും ചില കത്തുകൾ ഞാൻ അതിൽ കണ്ടിരുന്നു. ഇതുപോലുള്ള സ്വയംഭോഗത്തിന് മറ്റു പല വസ്തുക്കളും ഉപയോഗിക്കുന്നതിന് തെറ്റുണ്ടോ ദോഷമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരിക്കലും പാടില്ല. സ്ത്രീകൾ സ്വയംഭോഗത്തിന് വേണ്ടി അന്യ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട് പല ദോഷങ്ങളും ഉണ്ടാകാം. ഒന്ന്, വെജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം, ഗർഭപാത്രത്തിന് അണുബാധ ഉണ്ടാവാം, പല രോഗങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചില മുറിവുകളൊക്കെ സംഭവിച്ച അപകടങ്ങളുണ്ടാവാം. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ രോഗിയെ എത്തിക്കേണ്ട സ്ഥിതികൾ വരെ മുൻപ് സംജാതമായിട്ടുള്ളതായിട്ട് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അന്യ വസ്തുക്കൾ ഉപയോഗിക്കുക എന്നുള്ളത് പാടില്ല. അതേസമയം ഈ വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് വൈബ്രേറ്റേഴ്സ് പോലെയുള്ള ചില ഉപകരണങ്ങൾ അതിന് കിട്ടും, അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ ഈ ലൈംഗികത ആസ്വദിക്കാനായിട്ട് പ്രത്യേകിച്ച് അന്യ വസ്തുക്കളുടെ ഒന്നും ആവശ്യമില്ല, വൈബ്രേറ്ററിന്റെ പോലും ആവശ്യമില്ല. ഞാൻ പറയാ, സ്വന്തം കൈയാണ് ഏറ്റവും നല്ല വസ്തു. മറ്റ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കൈയൊക്കെ വൃത്തിയായിട്ട് കഴുകിയിരിക്കണം, അണുക്കളൊന്നും ഉണ്ടാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അടുത്ത കത്ത് നോക്കാം അല്ലേ. ഇതിലും അഭിനന്ദനമുണ്ട്. വളരെ ഭംഗിയായിട്ടുണ്ട്, നന്നായി അവതരിപ്പിക്കുന്നുണ്ടെന്നും അതിന് നിങ്ങൾ 100% വിജയിച്ചിട്ടുണ്ടെന്നുമാണ് കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതില് ഒരു യുവാവിന്റെ കത്താണിത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജനനേന്ദ്രിയത്തിന് അല്പം ചർമ്മം മൂടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് കട്ട് ചെയ്യണം, സർജറി ചെയ്യണമെന്ന് പല ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ
ഇതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഭാര്യയ്ക്കും പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന്റെ ആവശ്യമുണ്ടോ? ലിംഗചർമ്മം കട്ട് ചെയ്യേണ്ടത് ആയിട്ടുള്ള ആവശ്യമുണ്ടോ? അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് ചെയ്തതുകൊണ്ട്? അഗ്രചർമ്മം മുറിച്ചു കളഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാറില്ല. ചില മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവരുടെ ആചാരപ്രകാരം തന്നെ ഈ അഗ്രചർമ്മം മുറിച്ചു കളയുന്ന രീതി പല രാജ്യങ്ങളിലും ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട്. പിന്നെ മറ്റൊന്ന്, ഇത് മുറിക്കേണ്ട ആവശ്യം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരാളുടെ അഗ്രചർമ്മം പുറകിലേക്ക് മാറാത്ത തരത്തിൽ, ബന്ധത്തിന്റെ സമയത്ത് പുറകിലേക്ക് മാറാത്ത രീതിയിൽ മൂടിയിരിക്കുകയും അത് വേദന ഉണ്ടാക്കുകയും ചെയ്യുക. ബന്ധത്തിന്റെ സമയത്ത് വേദന ഉണ്ടാക്കുക, ചിലപ്പോൾ ചില ഇൻഫെക്ഷൻസിനൊക്കെ കാരണമാകാം. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു സർജനെയോ യൂറോളജിസ്റ്റിനെയോ കണ്ടിട്ട് മുറിച്ചു കളയേണ്ടി വരാം. അപ്പൊ ഇയാളുടെ കേസിൽ അഗ്രചർമ്മം ഉണ്ട്, ബന്ധത്തിന്റെ സമയത്ത് പുറകോട്ട് മാറുന്നുണ്ട്, ഭാര്യയുമായിട്ട് ബന്ധത്തിന് യാതൊരു തടസ്സവും ഇല്ല, ഭാര്യയ്ക്ക് അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അങ്ങനെ ഒരു അവസരത്തിൽ മുറിച്ചു കളയേണ്ട ആവശ്യമില്ല. അടുത്ത കത്തില് ഒരു ഗൾഫിൽ നിന്നുള്ള കത്താണ്. അവിടെ ഞങ്ങളുടെ കമ്പനിയിൽ വിവാഹിതരും അവിവാഹിതരുമായ ഒരുപറ്റം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. 80% ആളുകൾ സ്ഥിരമായി ബ്ലൂ ഫിലിം കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ഇങ്ങനെ ബ്ലൂ ഫിലിം കാണാതെ ഉറങ്ങാൻ പറ്റാത്തവർ പോലും ഉണ്ടെന്ന് പറയുന്നു. ഇതുകൊണ്ട് ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നം ഈ ഭാവിയിലെ ദാമ്പത്യ ജീവിതത്തിന് ഉണ്ടാകുമോ? അതിന് മറുപടിയായിട്ട് തന്നെ മറ്റൊരു കത്തൂടെ ഞാൻ അതിൽ വേറൊരാള് മറ്റൊരു സംശയം എഴുതി ചോദിച്ചിരിക്കുന്നതിന് മറുപടിയാവുന്നു. ഗൾഫിൽ നിന്നുള്ളവരാണ് മിക്കവരും ഇത്തരം കത്തുകളെ കുറിച്ച് ഇങ്ങനെയുള്ള കത്തുകൾ അയക്കുന്നത്. ഈ ബ്ലൂ ഫിലിമിന്റെ കാര്യം പറഞ്ഞാൽ ഒന്ന് അവര് തനിച്ചാണ് എന്നുള്ള ഒരു പ്രശ്നമാണ്. മറ്റേ കത്തുകൂടി വായിക്കും. ഞാൻ ഏഷ്യാനെറ്റിൽ ഈ പ്രോഗ്രാം കാണാൻ തുടങ്ങിയതിന് ശേഷം എനിക്കൊരു ബോധോദയം ഉണ്ടായി എന്നാണ് ആ കത്ത്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നൊരു തോന്നൽ. ബ്ലൂ കാസറ്റിൽ കാണുന്നത് അതുപോലെ പകർത്തിയിരുന്നു അയാളുടെ ലൈംഗിക ജീവിതത്തിൽ. എന്നാൽ എന്റെ ഭാര്യയെ എത്രമാത്രം ഇത് വിഷമിപ്പിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചില്ല. ഈ പരിപാടി കണ്ടതിന് ശേഷമാണ് അതേക്കുറിച്ച് ചിന്തിക്കുന്നതെന്നും അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ദോഷം. ഈ ബ്ലൂ ഫിലിമിൽ പലപ്പോഴും നല്ല കാര്യങ്ങളാവണമെന്നില്ല അവർ ചിത്രീകരിക്കുന്നത്. എല്ലാം ശരിയായ രീതിയിൽ വസ്തുനിഷ്ഠമായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു ചിത്രീകരണമൊന്നും ആവണമെന്നില്ല. ബ്ലൂ ഫിലിം ഉണ്ടാക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അത് വിറ്റ് കാശാക്കണം. ആ ഒരു മനോഭാവത്തോടെ ചെയ്യുമ്പോൾ പല രതി വൈകൃതങ്ങളും ഒക്കെ കണ്ടിട്ടുള്ള എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കാണാനാണ് ആൾക്കാർക്ക് താല്പര്യം. അപ്പോൾ ആ പുതിയ കാര്യങ്ങൾ കാണിക്കാനും കൂടുതൽ ചെലവഴിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് ഈ വൈകൃതങ്ങൾ നിറഞ്ഞ സംഭവങ്ങളും യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇതിന്റെ പേരിൽ ഇവർ ബ്ലൂ ഫിലിമിൽ എടുക്കാറുണ്ട്, ചിത്രീകരിക്കാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ കണ്ടതിന് ശേഷം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അത് പകർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദോഷങ്ങളുണ്ടാവാം. ഒന്ന്, പല വൈകൃതങ്ങളും ശീലിക്കുക എന്നുള്ളത്. മറ്റൊന്ന്, ഈ പറയുന്ന കാര്യങ്ങൾ ബ്ലൂ ഫിലിമിൽ കണ്ട കാര്യങ്ങൾ സ്വന്തം ഇണയ്ക്കുകൂടി അത് ചെയ്യാൻ പറ്റുന്നതാണോ, ഇണയ്ക്കത് യോജിക്കുന്നതാണോ, മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്കതിനോട് പൊരുത്തപ്പെടാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതെ വെറുതെ അത് പ്രാക്ടീസ് ചെയ്താൽ വലിയ ബുദ്ധിമുട്ടുകൾ, ദാമ്പത്യ തകർച്ച, പ്രശ്നങ്ങളുണ്ടാവാം. അങ്ങനെ വിവാഹമോചനത്തിൽ വരെ എത്തിയിരിക്കുന്ന ചില കേസുകളറിയാം. ഒരു ഭാര്യ ഒരിക്കൽ പറയുകയുണ്ടായി, അയാളുടെ ഭർത്താവ് ഇതുപോലെ ഗൾഫിലായിരുന്നു, വന്നു കഴിഞ്ഞിട്ട് ബ്ലൂ ഫിലിം കണ്ട് ബ്ലൂ ഫിലിം ഭാര്യയും കൂടി ഇരിക്കുമ്പോൾ ഇട്ട് കാണിച്ചിട്ട് ബ്ലൂ ഫിലിമിലുള്ള രീതിയിൽ പല പോസ്റ്റുകളും പോസ്റ്ററുകളൊക്കെ അതേപോലെ ചെയ്യാനായിട്ട് ഭാര്യയെ നിർബന്ധിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു ഘട്ടത്തിൽ ആ ഭാര്യ വിവാഹമോചനത്തിന് വേണ്ടി കോടതിയെ സമീപിക്കേണ്ടി വന്നു. ഇത്തരം പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അതുകൊണ്ട് ഈ ബ്ലൂ ഫിലിം സ്ഥിരമായിട്ട് കാണുക എന്നുള്ളത് അത്ര ആശാസ്യകരമായ ഒന്നാണ് എന്ന് തോന്നുന്നില്ല.